ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ശ്രദ്ധിച്ചുള്ളൊരു മാർക്കാണ്. പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗട്ട്സ് അറബിക്കടലിനോട് ചേർന്ന് അതിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ കേന്ദ്രങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം. ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ താഴെ കന്യാകുമാരി വരെ നീളുന്ന ഈ മലനിരകൾക്ക് ശരാശരി 1600 കിലോമീറ്റർ നീളമുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. 2012 യുനെസ്കോ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് 2012, ഓർത്തിരിക്കുക. ആനമുടി കുന്നുകൾ ഉയരം 2695 മീറ്ററാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെയും പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ്. 2695 മീറ്റർ ഉയരം. ആനമല കുന്നുകളിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടം വിവിധ സംസ്ഥാനങ്ങൾ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലാണെങ്കിൽ സഹ്യപർവ്വതമെന്നും, മഹാരാഷ്ട്ര, കർണാടക എന്നിവകളിൽ സഹ്യാദ്രി എന്നും, തമിഴ്നാട്ടിൽ നീലഗിരി മല എന്നുമാണ് നമ്മുടെ പശ്ചിമഘട്ടം വിവിധ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ സഹ്യപർവ്വതം, മഹാരാഷ്ട്ര, കർണാടക എന്നിവ സഹ്യാദ്രി, തമിഴ്നാട്ടിൽ നീലഗിരി മല. അഗസ്ത്യാർ മലനിരകളും പശ്ചിമഘട്ടവും. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്തുള്ള മലനിരയാണ് അഗസ്ത്യാർ മലനിരകൾ. ഈ മലനിരകളുടെ ശരാശരി ഉയരം 1200 മീറ്ററാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്നത് നീലഗിരി കുന്നുകളിൽ വെച്ചാണ്. ഈ നീലഗിരിയിലെ പ്രധാന ഒരു ആദിവാസി ഗോത്ര വിഭാഗമാണ് തോഡർ വിഭാഗം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലെ പൂനെയാണ്. അപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്നത് നീലഗിരി കുന്നുകളിൽ വെച്ചാണ്. നീലഗിരിയിലെ പ്രധാന ആദിവാസി ഗോത്ര വിഭാഗമാണ് തോഡർ വിഭാഗം. ഇനി കമ്മിറ്റികളും റിപ്പോർട്ടുകളാണ്. പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ 2009 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയോഗിച്ചു. അദ്ദേഹം അത് പഠിക്കുകയും 2011 ഓഗസ്റ്റ് 31 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ കേന്ദ്രം നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. അവർ റിപ്പോർട്ട് 2013 സമർപ്പിച്ചത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 1, 2, 3 അതായത് 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതോട് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഉമ്മൻ കമ്മിറ്റിയാണ്. 3 കമ്മിറ്റികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 2009 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അവർ 2011 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് കൊടുക്കുന്നു. ആ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് പഠിക്കാൻ വേണ്ടി വീണ്ടും കേന്ദ്രം കമ്മിറ്റി വയ്ക്കുന്നു. അതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഇനി അത് കഴിഞ്ഞ് കസ്തൂരി രംഗൻ കമ്മിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ഉമ്മൻ കമ്മിറ്റി.